ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ ബക്കറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ ഇതേണ്ട കല്യാണം നടക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ്. അഞ്ജലിയും അർജുനും ഒക്കെ ഒരുങ്ങി റെഡിയായി അവിടെ വന്നു. അപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ഇത് പ്രസംഗിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അനുസ്മരിക്കേണ്ടത് ഈ സമയത്ത് നമ്മുടെ MP കൂടിയായ വിശംബരക്കുറുപ്പ് സാറിനെയാണ് എന്ന് ഇയാളിങ്ങനെ പറയാണ്. ഇത് കേട്ടപ്പോഴത്തേനുമാണ് ഇത് കുറുപ്പിന്റെ പരിപാടിയാണ് എന്നുള്ള സത്യം നമ്മുടെ അർജുനും അഞ്ജലിയും മനസ്സിലാക്കിയത്. നമ്മുടെ എല്ലാവരുടെയും കുറുപ്പ് സാർ എന്നൊക്കെ അയാൾ പറഞ്ഞു. അദ്ദേഹം മുഖ്യ രക്ഷാധികാരിയായ അനന്തു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ സമൂഹ വിവാഹത്തിലൂടെ നിർധനരായ 10 യുവാക്കളാണ് ഇന്ന് ഇവിടെ മംഗല്യ സായുജ്യം അണയാൻ പോകുന്നത് എന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ കുറുപ്പ് സാറിന്റെയും കേന്ദ്രമന്ത്രി തമൻ ശ്രീനിവാസരുടെയും കാർമ്മികത്വത്തിലാണ് ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ തികച്ചും അവിചാരിതമായി ചില പേഴ്സണൽ ഇഷ്യൂസ് നേരിട്ടത് കൊണ്ട് രണ്ടുപേർക്കും ഇന്ന് ഈ വേദിയിൽ നമ്മോടൊപ്പം എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഈ ചടങ്ങ് മംഗളമായി പൂർത്തീകരിക്കുന്നതിന് അദ്ദേഹം എന്നെയാണ് ഇതിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നിങ്ങനെ പറയാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ എന്നതിനേക്കാൾ നിങ്ങൾക്കിടയിൽ നിങ്ങളിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഏറെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ ഈ മംഗളകർമ്മത്തിന് തുടക്കം കുറിക്കുന്നത്. അപ്പൊ പറഞ്ഞതുപോലെ ഈ സമൂഹ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന നിങ്ങൾ ഓരോ വധൂവരന്മാർക്കും എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. അപ്പൊ ഭയങ്കര പെർഫോമൻസ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചാർത്താനുള്ള താലിമാല ഞാൻ തന്നെ നേരിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വന്ന് കൈമാറുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ല ആശംസകളൊക്കെ നേർന്നുകൊണ്ട് ദേണ്ട താലി എടുത്തു കൊടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഓരോ വധുവരന്മാർക്കായിട്ട് താലി ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പൊ അർജുനും അഞ്ജലിക്കുമാണെങ്കിൽ ഭയങ്കര ടെൻഷൻ. അയ്യോ, ഇത് പെട്ടും പോയി ഇതിനകത്ത് വന്ന് കയറുകയാണ് ചെയ്തത്. അപ്പം അർജുൻ്റെ അടുത്തേക്ക് വന്നു. അപ്പൊ അർജുൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ കുറുപ്പ് അയാളുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. സാർ എവിടെയാണ്? അതെ, കുറുപ്പ് സാറാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് ഫോൺ എടുക്കുന്നത്. സാർ എപ്പോഴും എത്തുക എന്ന് ചോദിച്ചോ. ഞാൻ തൽക്കാലം അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ തന്നോട് ഒരു പ്രത്യേക കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. താൻ നമ്മുടെ പയ്യന്മാരോട് പറഞ്ഞ് ഒരു പയ്യൻ എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് അവൻ്റെ ഫോട്ടോ ഞാൻ നിന്റെ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട്. അവനെ എത്രയും വേഗം എനിക്ക് കിട്ടിയേ പറ്റൂ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്കും അഞ്ജലിക്കും അർജുനും ടെൻഷനായി. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ. അറിയാം സാർ അവന്റെ ഫോട്ടോ മാത്രം അയച്ചെന്നാൽ മതി. ബാക്കി എന്താന്ന് വെച്ചാ ഞാൻ വേണ്ടതുപോലെ എന്താന്ന് വെച്ചാ ചെയ്തോളാം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് കുറുപ്പ് ഫോൺ വെച്ചു. കുറുപ്പ് സാറാണേ. അപ്പൊ താലി എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ അർജുന്റെ കയ്യിലേക്ക് ഇവനിങ്ങനെ താലി നീട്ടി കൊടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മടിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ സ്റ്റക്കായിട്ട് ആള് നിൽക്കുന്നത്. പെട്ടുപോയി. ഇനി ഓടാനും പറ്റിയാത്ത ഒരവസ്ഥ. രക്ഷപ്പെടാൻ വേണ്ടി കയറിയതാണ്. എന്താ അനിയാ ഇങ്ങനെ അന്തം വിട്ട് നിന്നാലോ? താലി വാങ്ങനിയ എന്ന് പറഞ്ഞു. അപ്പൊ താലി എടുത്ത് കൈ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇയാള്. ഇത് കണ്ടിട്ട് അർജുൻ ആകെ ടെൻഷൻ. എന്ത് ചെയ്യണം എന്നറിയാതെ കുറെ നേരം അർജുൻ ഇങ്ങനെ ആലോചിച്ചു നിന്നു. നിങ്ങൾ വന്ന് അനിയ ഗംഗേണ്ണല്ലേ താലി എടുത്തു തരുന്നതാണ്. എടാ സുന്ദര, ആളിയനാകെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കല്യാണം കഴിക്കാൻ പോലെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ മുഖത്ത് കാണുന്നുണ്ട്. അപ്പൊ പിന്നെ ടെൻഷൻ കാണാതിരിക്കുവോ? എന്താണെങ്കിലും ഇതൊക്കെ എന്തോന്ന് ടെൻഷനൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷം വരാനല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ടെൻഷനൊന്നും വേണ്ട, താലി കെട്ടിക്കോളാം ഞാൻ പറയായിരുന്നു എന്ന് പറഞ്ഞു. അതെ, ഗംഗേട്ടനല്ലേ തരുന്നത്. അനിയ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് താലി വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അവസാനം അർജുന് വേറെ നിവൃത്തിയൊന്നുമില്ല. അർജുൻ കൈ നീട്ടി താലി വാങ്ങുകയാണ് കേട്ടോ. താലി എടുത്ത് വേഗത്തിൽ കെട്ടിക്കളയല്ലോ കേട്ടോ. പൂജാരി പറയും അപ്പ കെട്ടിയാൽ മതിയേ എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരുടെയും കയ്യിൽ താലിയൊക്കെ കൊടുത്തു. അപ്പൊ അഞ്ജലിക്ക് ഭയങ്കര ടെൻഷൻ, ഇനി എന്ത് ചെയ്യും എന്നോർത്ത്. അപ്പൊ നമ്മുടെ ഗുണ്ടകള് അവന്മാരിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവന്മാരതേ അകത്തേക്ക് കയറി വരികയാണ്. അപ്പൊ ഗംഗേട്ടൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നിട്ട് എന്താടാ കുറുപ്പ് സാറും പറഞ്ഞ ആ പയ്യനെ തിപ്പാൻ പോയിട്ട് എന്തായി എന്നിങ്ങനെ ചോദിച്ചു. അതെ, അത് അവനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ?
അല്ല സാർ, കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം? എന്താ പുതിയ പ്രശ്നം എന്ന് ചോദിച്ചു. കുറുപ്പ് സാറ് എനിക്ക് അയച്ചു തന്ന ഫോട്ടോയും സാറ് കുറച്ചു മുൻപ് എനിക്ക് അയച്ചു തന്ന ഫോട്ടോയും അത് രണ്ടും ഒന്ന് തന്നെയാണ് സാർ. പക്ഷേ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ഒരു പെണ്ണും കൂടി ഉണ്ട് സാർ എന്നിങ്ങനെ പറയാണ്. പെണ്ണോ? ഏത് പെണ്ണ് എന്നിങ്ങനെ ചോദിക്കാണ്. ആ അതെ സാർ, അത് ഏതാണെന്നൊന്നും അറിയില്ല. പക്ഷെ കുണിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ലഭിച്ചിട്ടില്ല. പക്ഷെ കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞു ഇവന്മാര്. അവന്മാര് രണ്ടുപേരെയും ഞങ്ങൾ രണ്ടുപേരെയും ഓടിച്ചുകൊണ്ട് വന്നത് ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം പക്ഷേ ഇവിടെ എത്തിയപ്പോ അവർ രണ്ടുപേരും മിസ്സായി. ഞങ്ങൾ ഈ ഓഡിറ്റോറിയം മുഴുവൻ അരിച്ചു പെറുക്കി. മിസ്സായെങ്കിൽ പോയി കണ്ടുപിടിക്കടാ, എന്നോട് വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കാണ്. അല്ല, കുറുപ്പ് സാറിന്റെ സ്വഭാവം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാലോ. അറിയാം സാർ, ഞങ്ങൾ ഇവിടെ മുഴുവൻ നോക്കിയത് തന്നെയാ സാർ. പക്ഷെ ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. ഇനിയുള്ളത് ഈ വധുവരന്മാര് മാത്രമേ ഉള്ളൂ ബാക്കി. ഛേ എന്ന് പറഞ്ഞു അയാള്. താൻ എന്ത് വർത്തമാനോടോ ഈ പറയുന്നത്? എടോ, ഇവരൊക്കെ നമ്മൾ പാർട്ടി ഓഫീസിൽ നിന്ന് റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ എങ്ങനെയാണ് ആ പെണ്ണും ചെറുക്കനും വരുന്നത്? കടന്നു കളഞ്ഞവര്. അല്ല സാർ, അത് പിന്നെ മതി ദേ. അപ്പൊ ഇവരുടെ ഒരു മുഖം മൂടിയൊക്കെ ഇങ്ങനെ നിൽക്കാണ് കുനിഞ്ഞ്. ഒരു കാര്യം ചെയ്യുക, ചടങ്ങ് കഴിയട്ടെ, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇവന്മാര് പുറകോട്ടിലേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഒരാശ്വാസമൊക്കെ തോന്നി. അപ്പൊ എന്താ അവന്മാര് പറഞ്ഞതെന്ന് അറിയാനായിട്ട് ഇവന്മാര് ഗുണ്ടുകൾ ഇങ്ങനെ കുറച്ചു നേരം ഡിസ്കസ് ഒക്കെ ചെയ്തു കേട്ടോ. എന്താ അവന്മാര് തമ്മി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോ ഇനിയിപ്പോ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. തിരുമേനി തുടങ്ങാം എന്ന് പറയണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഹൂർത്തായി എല്ലാവരും താലിയെടുത്ത് അത് നിങ്ങളുടെ പെണ്ണിനെ ചാർത്താനായിട്ട് തയ്യാറായി നിന്നോളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷം. ഉടൻ തന്നെ നമ്മൾ ഈ മനം പോലെ മാംഗല്യം പൂർത്തീകരിക്കുന്നതായിരിക്കും. അപ്പൊ ഇതേ അഞ്ജലിയും അർജുനും ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ ഇതേ കെട്ടിമേളം തുടങ്ങട്ടെ എന്ന് പറഞ്ഞു ഓരോരുത്തരായിട്ട് താലി കെട്ടി. അഞ്ജലി അതിങ്ങനെ തിരിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒന്നും നോക്കിയില്ല. അർജുൻ നേരെ അഞ്ജലിയുടെ കഴുത്തിലേക്ക് ആ താലി അങ്ങ് ചാർത്തി കൊടുക്കുകയാണ് കേട്ടോ. അഞ്ജലി ഇങ്ങനെ സ്റ്റക്കായിട്ട് വേണ്ടാന്ന് പറയാനോ വേണോന്ന് പറയാനോ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അഞ്ജലി സ്റ്റക്കായി ഇങ്ങനെ നിൽക്കാണ്. പിന്നെ മാല എടുത്തു കൊടുത്തു. വേറെ നിവൃത്തിയൊന്നുമില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മരണമാലയും ചാർത്തി എന്ന് തന്നെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും താലിയും മാലയും ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോ എന്താണെങ്കിൽ കുങ്കുമം ചാർത്താം എന്ന് പറഞ്ഞു. അപ്പൊ കുങ്കുമവും എടുത്തു കൊടുത്തു. ദേണ്ട സിന്ദൂരവും നെറുകയിൽ തൊട്ടു കൊടുത്തു അർജുൻ. എന്തായാലും കെട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നവവധുവരന്മാർ എല്ലാവരോടും മുന്നോട്ട് നിന്നാൽ നമുക്കെല്ലാവർക്കും ഒരു ഫോട്ടോ സെക്ഷൻ ആവാം, എല്ലാവരും കയറി വരൂ എന്ന് പറഞ്ഞു. അപ്പം അർജുനും അഞ്ജലിയും ഒന്നും അടിച്ചെങ്കിലും രണ്ടുപേരും അഞ്ജലിയുടെ കയ്യും പിടിച്ച് അർജുൻ ഇതേ ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ കുട്ടികൾ അവന്മാരും ഉണ്ട്. അവന്മാർ കുറേ നേരം വാച്ച് ചെയ്തിട്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ കുറുപ്പിന്റെ വണ്ടിയാണ്. അവർ നേരെ വീട്ടിലേക്ക് എത്തി. വന്ന പടി ചാടി തുള്ളി ചവിട്ടി കാലി പൂണ്ടാണ് നമ്മുടെ കാവ്യ അകത്തേക്ക് കയറി പോകുന്നത്. വിളിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല, അത്ര കലിപ്പില്. ചെന്ന പടി പൂവും എന്താ പറയാ ദേഷ്യത്തില് കയ്യിലിട്ടിരുന്ന വളയും മാലയും ഒക്കെ വലിച്ച് പറിച്ച് എറിയാണ് അവിടെ നിന്നിട്ട്. അപ്പൊ കാവ്യ എന്താ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ച് ഇവര് ആകെ സേതുവും കുറുപ്പും നമ്മുടെ കാർത്തിക്കും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സേതുലക്ഷ്മി അവിടെ എന്നിട്ട് മോളെ നീ എന്തേ കഴിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. നിന്റെ പ്രകടനം കണ്ടിട്ട് പേടിയാവുന്നോ? പേടിക്കണം, പേടിച്ച് നിങ്ങൾ മരിക്കണം നിങ്ങൾ എല്ലാവരും എന്നിങ്ങനെ പറയണം. എന്താ കാവ്യ മോളെ? എന്നിട്ട് വേണം അത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കാൻ. കാവ്യേ, നീ ഇത് ഓവർ റിയാക്ട് ചെയ്യാ എന്ന് പറഞ്ഞു കാർത്തിക്. ഒരു കല്യാണം മുടങ്ങിയെന്ന് കരുതി ലോകത്ത് ഇന്ന് വരെ ആരും മിണ്ടരുത്. നീ ഓവർ റിയാക്ഷൻ അല്ല, നിന്റെ ഓവർ കോൺഫിഡൻസാ എല്ലാം നശിപ്പിച്ചത്, മറന്നു പോകണ്ട നീ എന്ന് പറഞ്ഞു. അവന്റെ ഒരു സർപ്രൈസ് മണ്ണാൻ കെട്ട അവന്റെ ഫ്രണ്ട്സും സെക്യൂരിറ്റിയും എന്നെ കൊണ്ടൊന്നും നീ പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു കാർത്തിക്കിന്റെ നേരെ തിരിഞ്ഞു കാവ്യ. അപ്പൊ കുറുപ്പ് അങ്ങോട്ടേക്ക് ചെന്നിട്ട് മോളെ നീ ഒന്ന് കാർത്തിക്കിന്റെ കാര്യം ഒന്ന് വിട്, ഈ അച്ഛൻ പറയുന്നതെങ്കിലും നീ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞു. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം വെടിപ്പായിട്ട് തന്നെയാ നടന്നിരുന്നത്. പക്ഷേ അർജുൻ നമ്മുടെ കണക്കൂടലുകളൊക്കെ തെറ്റിച്ചത് അവൻ ചാടിപ്പോയത് മാത്രമാണ് എല്ലാം കീഴ്മേൽ മറിച്ചത്. ശരി, അർജുൻ ചാടിപ്പോയി, സമ്മതിച്ചോ. പക്ഷെ നിങ്ങളുടെ കുറെ ഗുണ്ടകള് കാവൽ നിന്നും ആത്മയും അഞ്ജലിയും അവർ രണ്ടുപേരും എവിടെ പോയി എന്നിങ്ങനെ ചോദിച്ചു. അതെ, അവർ രണ്ടുപേരുടെ അന്തരീക്ഷത്തിൽ എന്താ മാഞ്ഞു പോയോ?
അപ്പം മിണ്ടാനില്ല ഉറപ്പിന്. അതോ ഇനി ആരെങ്കിലും മാന്ത്രിക വടി ചുഴറ്റി അവരെ അപ്രത്യക്ഷമാക്കി കളഞ്ഞോ? മനസ്സിലായില്ല മോളെ. അഞ്ജലിയെ പത്മയും പിടിക്കാനായിട്ട് ഞാൻ വേറെയും ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുറച്ചു മണിക്കൂറുകൾ മാത്രം, അതിനുള്ളിൽ നമുക്ക് അവരെ പൊക്കാം, ഉറപ്പാണ് എന്ന് പറയാണ് കുറുപ്പ്. പക്ഷേ കാവ്യ, നീ പോരാത്തതിന് അവിടെ വെച്ച് രാഘവൻ പറഞ്ഞതുപോലെ തന്നെ ഞാനും ആവർത്തിക്കുക. അർജുന്റെയും നിന്റെയും കല്യാണം ഞങ്ങൾ നിന്ന് നടത്തിത്തരും. രഹസ്യമായിട്ടൊന്നുമല്ല, നല്ല പരസ്യമായി തന്നെ. ഐ വിൽ പ്രോമിസ് യു. പക്ഷേ മോളെ, നീ എനിക്കൊരു സാവകാശം തരണം. നീ ഇങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കാതെ ഞങ്ങൾക്കൊരു ശ്വാസം വിടാനുള്ള സമയമെങ്കിലും നീ ഒന്ന് താ എന്ന് കുറുപ്പ് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ കാവ്യ കുറച്ചു നേരം ആലോചിച്ചിട്ട്, തരാം, ശ്വാസം വിടാനുള്ള സമയം തരാം, പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ ഉണ്ടോ എന്ന് പറഞ്ഞു. അതെ, അവള് നരകിക്കണം, ആ അഞ്ജലി നരകിക്കണം, എൻ്റെ കൺമുന്നിൽ കിടന്ന് വേണം അവള് നരകിക്കാൻ എന്ന് കാവ്യ ഇങ്ങനെ പറയാണ് കേട്ടോ. അതെ, ഞാനും അർജുനും ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ട് സ്വയം ഉരുകി ഉരുകി വേണം അവള് തീരാനായിട്ട്. മനസ്സിലായോ എന്ന് ചോദിക്കാണ്. അത് കണ്ടു വേണം എനിക്ക് ഈ കാവ്യക്ക് സന്തോഷിച്ച് ജീവിക്കാൻ എന്ന് കാവ്യ ഇങ്ങനെ പറയാണ്. പറ്റൂ അച്ഛന്? എന്താ ഇതെല്ലാം നടത്തി തരാൻ സാധിക്കുമോ അച്ഛന് എന്നിങ്ങനെ ചോദിക്കണം. സാധിക്കുമോന്ന് ചോദിച്ചത് കേട്ടില്ലേ? അപ്പൊ കുറുപ്പും ആകെ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കുകയാണ് കാവ്യയുടെ പെർഫോമൻസ് കണ്ട്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അടുത്ത വിശേഷമായിട്ട് എത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമ്മുടെ അഞ്ജലിയുടെയും അർജുൻ്റെയും വിവാഹം നടന്നു. ഇന്നത്തെ കാര്യം നമ്മൾ കാത്തിരിക്കുന്ന വിശേഷങ്ങളല്ലേ. അപ്പം നമ്മൾ ഇവര് എങ്ങോട്ട് പോകും? ശംഖുചക്രത്തിലേക്ക് ചെല്ലുമോ? അപ്പം നമുക്ക് കാത്തിരിക്കാം. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ബൈ ആൻഡ് സീ യു അഗൈൻ.